നമസ്കാരം. ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ കണ്ട് മടുത്ത് കയ്യിൽ പണം നിൽക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇത് വെറും അന്ധവിശ്വാസമല്ല. നമ്മുടെ ആചാര്യന്മാർ പണ്ട് രഹസ്യമായി സൂക്ഷിച്ചിരുന്ന വളരെ ശക്തമായ ഒരു ധനാകർഷണ വിദ്യയാണിത്. ഈ അറിവ് എനിക്ക് ലഭിച്ചത് എന്റെ ഗുരുനാഥനിൽ നിന്നാണ്. അഥർവവേദത്തിലെ ധനലക്ഷ്മി സൂക്തങ്ങളിൽ നിന്ന് എന്റെ ഗുരുനാഥൻ പകർന്നു നൽകിയ ഈ അതീവ രഹസ്യവിദ്യ ഇന്നുവരെ ഞാൻ ഒരിടത്തും പങ്കുവച്ചിട്ടില്ല. ഈ വിദ്യയ്ക്കായി നമുക്ക് വേണ്ട സാധനങ്ങൾ ഇവയാണ്: 3 താമര വിത്തുകൾ, 3 ഗോതമ്പ് മണികൾ, 3 2 രൂപയുടെ നാണയങ്ങൾ, പിന്നെ ലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ട തുളസിയുടെ ചെറിയ 3 വേരുകൾ. ഇതിനൊപ്പം ചെമ്പ് തകിടിൽ വ്യക്തമായി എഴുതിയ ഈ മന്ത്രവും വേണം: ഓം ഹ്രീം ശ്രീം ലക്ഷ്മീഭ്യോ നമ, ധനധാന്യ സമൃദ്ധിം ദേഹി ദേഹി സ്വാഹ. ചെമ്പ് തകിട് ലഭിക്കാൻ പ്രയാസമുള്ളവർക്ക് മഞ്ഞ കടലാസിൽ ഈ മന്ത്രം എഴുതി ഉപയോഗിക്കാവുന്നതാണ്. താമരവിത്തുകൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ കൊത്തുമരുന്ന് കടകളിൽ വളരെ എളുപ്പത്തിൽ ലഭിക്കും. ഇനി ശ്രദ്ധിക്കുക, ഈ സാധനങ്ങൾ നേരിട്ട് ഉപയോഗിക്കാൻ പാടില്ല. പല കൈകളിലൂടെ കടന്നു വന്നവയായതിനാൽ ഇവ ആദ്യം ശുദ്ധജലത്തിൽ നന്നായി കഴുകി വൃത്തിയാക്കണം. ശേഷം പശുവിൻ നെയ്യും അല്പം തേനും ചേർത്ത് ഈ നാണയത്തിലും താമരവിത്തിലും ഗോതമ്പ് മണികളിലും തുളസിയുടെ വേരുകളിലും പുരട്ടി ശുദ്ധീകരിക്കണം. തുടർന്ന് 3 മഞ്ഞ തുണികൾ എടുത്ത് ഓരോന്നിലും ഓരോ താമരവിത്തും, ഒരു ഗോതമ്പ് മണിയും, ഒരു നാണയവും, ഒരു തുളസിയുടെ വേരും, പിന്നെ മന്ത്രം എഴുതിയ ചെമ്പ് തകിടോ അല്ലെങ്കിൽ മഞ്ഞ കടലാസോ വെച്ച് ഭദ്രമായി പൊതിയുക. ശേഷം ഈ പൊതികൾ മഞ്ഞത്തുണിയിൽ തന്നെ ചുറ്റി ചുവന്ന നൂൽ കൊണ്ട് ഭംഗിയായി കെട്ടിവെക്കുക. ഇത്തരം 3 പൊതികൾ മാത്രമേ തയ്യാറാക്കാൻ പാടുള്ളൂ. ഒന്ന് പേഴ്സിലും, രണ്ടാമത്തേത് വീട്ടിലെ പണപ്പെട്ടിയിലും, മൂന്നാമത്തേത് ജോലി സ്ഥലത്തും സൂക്ഷിക്കുക. എന്നും കുളി കഴിഞ്ഞ് ശുദ്ധിയോടെ ഒറ്റമുണ്ടിൽ നിന്ന് ഈ പൊതികളിൽ ഏതെങ്കിലും ഒന്നിനെ തൊട്ട് മന്ത്രം 18 തവണ ജപിക്കുക. ഈ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഐശ്വര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. ഇനി ഈ വിദ്യ പൂർണ്ണതയോടെ ചെയ്യാൻ പ്രയാസമാണെങ്കിൽ ഞാൻ തയ്യാറാക്കി നൽകാം. അതിനായി താഴെ കമന്റ് ചെയ്യുക. ഈ വിദ്യ നിങ്ങൾ പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ എന്നെ ഉദ്ദേശിച്ച് എന്റെ പേരിൽ നിങ്ങളുടെ അടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ 11 രൂപ നിക്ഷേപിക്കുക. അതിനുശേഷം മാത്രം ഈ വിദ്യ പ്രയോഗിക്കുക. ആ പുണ്യം ഭഗവതിക്ക് സമർപ്പിക്കുക. പണം ഒരു ഊർജമാണ്. ആ ഊർജത്തെ നല്ല രീതിയിൽ സ്വീകരിക്കാൻ നിങ്ങളുടെ മനസ്സ് പാകപ്പെടണം. ഈ വിദ്യ പരീക്ഷിച്ചു നോക്കൂ. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം അനുഭവപ്പെടും. സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക.